Hello friends, welcome back to our channel Nadan Kitchen. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു സ്നാക്സ് ആണ് മസാല പൂരി. ഒരു 10-15 ഡേയ്സ് കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാനുള്ള ചേരുവകൾ നോക്കാം. ഒരു കപ്പ് ഗോതമ്പ് പൊടിയുടെ കൂടെ 1/4 കപ്പ് റവ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ അയമോദകം, അപ്പോൾ 3/4 ടീസ്പൂൺ എള്ള്, പിന്നെ 1/2 സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 സ്പൂൺ ജീരകവും, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഉപ്പ് ആവശ്യത്തിനെല്ലാം ഇട്ടിട്ട് നമുക്കിത് കുഴച്ചിട്ട് ഒരു ഡോ ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് പതുക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡോ ആക്കിയെടുക്കാം. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡോ ഉണ്ടാക്കണോ പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഉണ്ടാക്കണോ? ടൈറ്റ് ആയിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ആദ്യം വെള്ളം ഒഴിക്കാതെ ടൈറ്റ് ആയിട്ടുള്ള ഡോ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പം ഇങ്ങനെ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡോ ഉണ്ടാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ്സ് ഇത് അടിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇതിങ്ങനെ കുഴച്ച് ഇനി ഇതിൻ്റെ കുട്ടി കുട്ടി ബോൾസ് ഉണ്ടാക്കിയിട്ട് പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഇത്ര ചെറിയ ബോൾസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ കുട്ടി കുട്ടി ബോൾസ് ഉണ്ടാക്കിയിട്ട് വെക്കുക ആദ്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്, പരത്തി പൂരി ഉണ്ടാക്കാണ്. പൂരി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ പൂരി. ഇപ്പം നമ്മൾ കടായിൽ എണ്ണ ചൂടാക്കുക. ബാക്കിയുള്ള പൂരികളും പരത്തിയെടുക്കാം. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൂരി നല്ലതായിട്ട് ഫ്രൈ ആയി വരണം, നല്ല ക്രിസ്പി ആയി കിട്ടും നമുക്ക്. പിന്നെ ഇതൊരു നല്ല ടീ ടൈം സ്നാക്സ് ആണ് ഫ്രണ്ട്സ്. 10-15 ദിവസത്തേക്ക് എന്തായാലും ഒരു കേടുമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വേണിച്ചാൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൂരിയെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ആ ചേരുവിൽ നിങ്ങൾക്ക് ഒരു 20 പൂരി ഏകദേശം ഈ സൈസിൽ ഉണ്ടാക്കാം. ഇനി നമ്മളുടെ സൈസ് ചെറുതും വലുതും ആകുമ്പോൾ എക്സ്ട്രയും കുറഞ്ഞു വരും, അങ്ങനെയെല്ലാം ഉണ്ടാവും. ഇനിയിപ്പം ഇത് നോക്കിക്കോളൂ നിങ്ങൾ, എത്ര ക്രിസ്പിയാണ്. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് വെക്കുക. ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. See you in next video friends. Bye.